സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ പറ്റിയാണ്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ മെയിനായിട്ട് എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ഒരു യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം നല്ലൊരു വ്യൂസ് കൗണ്ടും സബ്സ്ക്രൈബർ കൗണ്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫേസ്ബുക്ക് പേജ് കൂടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കാട്ടിയും വളരെ സിമ്പിളാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ യൂട്യൂബ് വീഡിയോസ് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നും ഒപ്പം തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഫേസ്ബുക്ക് വഴി ക്യാഷ് ഏൺ ചെയ്യാമെന്നും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് എന്താണെന്നും ഒപ്പം തന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ കോപ്പിറൈറ്റ് പോളിസീസിനെ പറ്റിയും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ പറ്റിയൊക്കെ വളരെ നന്നായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം, ഒപ്പം തന്നെ മുകളിലായിട്ട് ഐക്കാർഡിൽ വിട്ടുതരാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദ്യ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫേസ്ബുക്കിൻ്റെ തന്നെ കോപ്പിറൈറ്റ് പോളിസീസും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസും ഒന്നും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. ആദ്യം തന്നെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഒന്നും വരാത്ത രീതിയിൽ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അതായത് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ മറ്റേതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത ശേഷം സ്വന്തം ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ലഭിക്കും. അതായത് ഇതിൻ്റെ ശരിക്കുള്ള കണ്ടന്റ് ക്രിയേറ്ററിന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകാനും സാധിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഡിലേ ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ശരിക്കുള്ള ഓണറിൻ്റെ അടുത്ത് മെയിൽ വഴിയോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ടൊന്ന് പെർമിഷൻ ചോദിക്കുക. ഇപ്പോൾ അയാൾ സമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളുടെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പല വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും ലഭിക്കുന്നതല്ല. ഇനി നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പലപ്പോഴും നമ്മൾ ഇൻട്രോ സോങ് ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ടും ഒക്കെ നമ്മൾ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സോങ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോങ്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂട്യൂബിൻ്റെ സിമ്പൽ ഉണ്ടാവും. അതിനർത്ഥം ഈ സോങ്സ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബിൽ നമുക്കിത് കോപ്പിറൈറ്റ് ഫ്രീ ആണ്. പക്ഷേ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോംസിൽ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻട്രോ സോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നുള്ള സോങ്സ് ഒക്കെ ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പലതരത്തിലുള്ള സോങ്സ് നമുക്ക് പല വെബ്സൈറ്റുകളിലും ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഇനി കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരാതെ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസിയും. രണ്ടും ഈക്വൽ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് സോങ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞ് എങ്ങനെ പോയാലും സ്ട്രൈക്ക് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിലും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഫേസ്ബുക്ക് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഫേസ്ബുക്ക് ഫോട്ടോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഫേസ്ബുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ള ചില വീഡിയോസ് ആണ് വയലൻസ് നിറഞ്ഞ വീഡിയോസ്, മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, ഒപ്പം തന്നെ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ടുള്ള വീഡിയോസ്, നമ്മുടെ സമൂഹത്തിന് നിരക്കാത്തതായിട്ടുള്ള പല വീഡിയോസ്, സെൻസിറ്റീവ് ആയിട്ടുള്ള പല കണ്ടന്റുകൾ, ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്കൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊന്നും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ആതിജ് സൈനിങ് ഔട്ട്.